ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ട് പുട്ടുണ്ടാക്കാനുള്ള ഒരു ട്രിക്ക് പറഞ്ഞു തരാവേ. പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാൻ മേലാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാനും. അപ്പം ഒരു ചരുവം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് പുട്ട് നനയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കുക. അപ്പോൾ എന്തോരം അളവിന് പൊടിയാണോ എടുക്കുന്നത് അതനുസരിച്ചുള്ള വെള്ളം എടുത്ത് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് പൊടിയിട്ട് നല്ലപോലെ ഇളക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം നല്ലപോലെ വെട്ടിത്തിളക്കണം, എന്നാലേ ഉള്ളൂ പുട്ട് സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നല്ലപോലെ വെട്ടിത്തിളയ്ക്കുമ്പോഴേ നമ്മൾ പൊടി ഇട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യേണ്ട ആവശ്യമോ ലോ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ആ പൊടി നമുക്ക് അതിലോട്ടിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. പുട്ടുണ്ടാക്കാൻ പൊതുവേ മടിയുള്ള ഒരാളാണ് ഞാൻ. വേറൊന്നും കൊണ്ടല്ല, ഞാൻ എപ്പോൾ പുട്ടുണ്ടാക്കിയാലും ഒരു സോഫ്റ്റ്നെസ് ഇല്ലാതെ മരം പോലെ ഇരിക്കും. അത് കാരണം പുട്ടിനെ തന്നെ ഞാൻ വെറുത്തു പോയി. പക്ഷേ ഈ ഒരു മെത്തേഡ് പഠിച്ചതിൽ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയതിൽ പിന്നെ പുട്ട് നല്ല സോഫ്റ്റുമാണ്, ടേസ്റ്റുമാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ പുട്ടുണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഏറ്റവും എളുപ്പമാണ്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ആറിക്കഴിയുമ്പോഴേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കി എടുക്കണേ. നല്ലപോലെ ആറിക്കഴിഞ്ഞിട്ട് ഇടാവുള്ളേ, മിക്സിയുടെ ജാറിന് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അത് ആറിക്കഴിയുമ്പോൾ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക, കട്ടയാക്കി ഒന്ന് പൊടിയായിട്ട് എടുക്കുക. അപ്പം ഞാൻ പുട്ടുപൊടി നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല തരിയൊക്കെ മാറി നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം അത് തൊടുമ്പോൾ തന്നെ അറിയാം, അപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ എന്തോരം കൂടുതൽ ചേർക്കാവോ അത്രയും ടേസ്റ്റും കൂടും. അപ്പം ഞാൻ നല്ല ആവശ്യത്തിനുള്ള തേങ്ങ നല്ലപോലെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇട്ട് ഇളക്കുന്നുണ്ട്. ഇവിടെ എടുത്തിരിക്കുന്നത് മറ്റേ ചിരട്ടപ്പുട്ടിൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്ന ഇതിലാണ് എടുത്തിരിക്കുന്നത്. വലിയ പുട്ടുമേക്കറല്ല, മറ്റേ ചെറിയ പുട്ടുമേക്കറുണ്ടല്ലോ അതിലായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അതിലേക്ക് എല്ലാം വാരി വെക്കുന്നുണ്ട്. ഇനി അത് വെള്ളം തിളച്ച് കഴിയുമ്പോൾ കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ച് 2-3 ആവി വരുമ്പോഴത്തേക്കും പുട്ട് റെഡിയാവും. ഏതായാലും നമ്മൾ തിളച്ച വെള്ളത്തിൽ കുഴച്ച പൊടിയായത് കാരണം അത് ഒരു ട്രിപ്പ് വെന്തതാണ്. അപ്പം 1-2 ട്രിപ്പ് ആവി വരുമ്പോഴത്തേക്കും പുട്ട് റെഡിയാവേ. അപ്പം നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ധൃതിയുടെ മോഡിൽ ആ പുട്ടൊന്ന് ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ആ ചില്ലെടുക്കാൻ നോക്കി. അത് കാരണം അത് പൊടിഞ്ഞു പോയത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. ജീരകമൊക്കെ ചേർത്തുകൊണ്ട് ആ ജീരകത്തിൻ്റെ ഒരു ഫ്ലേവറോട് നല്ല ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്തു.